Hello students, in this video we will learn about branding and brand management. A brand is a name, term, sign, symbol, design or a combination of them which is intended to identify the goods or services of one seller or group of sellers and to differentiate them from those of competitors. അതായത് ഒരു പേര്, നെയിം അല്ലെങ്കിൽ സിമ്പിൾ, സൈൻ, ഡിസൈൻ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള ഇത് വെച്ചിട്ട് ഒരു മാനുഫാക്ചറിൻ്റെ പ്രൊഡക്റ്റിനെ ബാക്കി അവരുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീൻ, അതാണ് ബ്രാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബ്രാൻഡ് എലമെൻറ്റ്സ് ആർ ബ്രാൻഡ് നെയിംസ്, ലോഗോസ്, സിമ്പിൾസ്, പാക്കേജ് ഡിസൈൻസ് എക്സെട്ര. Brand may identify one item, a family of items, or all items of that seller. അത് ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിന് മാത്രമായിട്ട് നമുക്ക് ഒരു ബ്രാൻഡിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഫാമിലി ഓഫ് ഐറ്റംസ്, ഒരു പ്രൊഡക്റ്റ് ലൈനെ കംപ്ലീറ്റ് നമുക്ക് ഒരു ബ്രാൻഡിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു സെല്ലറിന് സെല്ല് ചെയ്യുന്ന എല്ലാ കംപ്ലീറ്റ് ഐറ്റം അല്ലെങ്കിൽ മാനുഫാക്ചറിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ ഐറ്റത്തിനും ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിനെ വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. എ ബ്രാൻഡ് ഈസ് മോർ ദാൻ എ പ്രൊഡക്റ്റ്, എ ബ്രാൻഡ് ഈസ് എ പെർസെപ്ഷൻ. അതായത് ഇവിടെ പറയുന്നത് ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ല, അതൊരു പെർസെപ്ഷനാണ്. ദാറ്റ് ഈസ് എങ്ങനെ ആൾക്കാർ ഒരു പ്രൊഡക്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതാണ് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. മോർ ദാൻ സിംപ്ലി എ നെയിം, ടേം, ഡിസൈൻ ഓർ സിമ്പിൾ, എ ബ്രാൻഡ് ഈസ് റെക്കഗ്നൈസബിൾ ഫീലിംഗ് ഓഫ് എ പ്രൊഡക്റ്റ്. അതായത് ഒരു ഫീലിംഗ്, അതാണ് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ബ്രാൻഡ്സ് ലിവ് ഇൻ ദ മൈൻഡ്സ് ഓഫ് എവരി വൺ ഹു എക്സ്പീരിയൻസ് ദം. അപ്പോൾ ആരൊക്കെ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നോ ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സിലുള്ള ആ ഒരു ഫീലിംഗ്, അതാണ് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് മീൻ ചെയ്യുന്നത്. ലീഗൽ ടേം ഫോർ ബ്രാൻഡ് ഈസ് ട്രേഡ് മാർക്ക്. ലീഗലി നമുക്ക് ബ്രാൻഡിങ്ങിനെ ട്രേഡ് മാർക്ക് നമുക്ക് പറയാൻ പറ്റും. ഓൾസോ വി ക്യാൻ ഡിഫൈൻ ബ്രാൻഡ് ആസ് എ മാനുഫാക്ചേഴ്സ് പ്രോമിസ് ഓഫ് കസ്റ്റമർ വാല്യൂ. മാനുഫാക്ചറിൻ്റെ കസ്റ്റമേഴ്സിന് പ്രോമിസ് ചെയ്യുന്ന ഒരു വാല്യൂ, അതിനെ നമുക്ക് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. വാട്ട് ഡസ് എ ബ്രാൻഡ് ഡു? Brand differentiates one product or company from another, identifies the product and its source or maker, often has a certain association and image. അപ്പോൾ എപ്പോഴും ഒരു ബ്രാൻഡിന് അതുമായിട്ട് അസോസിയേറ്റ് ഉള്ള ഒരു പെർട്ടിക്കുലർ ഇമേജ് എപ്പോഴും ഉണ്ടായിരിക്കും. How do brands work? Basic principle of branding is it transforms products or goods as well as services into സംതിങ് ലാർജർ ദാൻ ദ പ്രൊഡക്റ്റ് ഇറ്റ്സെൽഫ്. അതായത് ആ പ്രൊഡക്റ്റിനെ ആ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു മെത്തേഡാണ് ബ്രാൻഡിങ്ങിലൂടെ ചെയ്യുന്നത്. അത് അതിൻ്റെ ആക്ച്വൽ വാല്യൂവിൻ്റെ അകത്ത് നിന്ന് കുറച്ചും കൂടെ ഒരു ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് ബ്രാൻഡിങ് വെച്ച് ചെയ്യുന്നത്. ബ്രാൻഡ് നെയിംസ് ആൻഡ് സിമ്പിൾസ് ഹെൽപ്പ് കസ്റ്റമേഴ്സ് ഐഡൻറ്റിഫൈ എ പ്രൊഡക്റ്റ് they have tried before and liked, so they don't need to treat every purchase like a first time buy. അതായത് സപ്പോസ് കസ്റ്റമേഴ്സ് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് സാറ്റിസ്ഫൈ ആവുന്ന ഒരു പ്രൊഡക്റ്റിനെ രണ്ടാമത് അവർക്ക് കണ്ടുപിടിക്കുന്നതിന് ബ്രാൻഡിങ് ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും, റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ എല്ലാ ടൈമും അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരു സെർച്ചിൻ്റെ ആവശ്യം വരുന്നില്ല. വൺസ് അവർ സാറ്റിസ്ഫൈഡ് ആയ ഒരു പ്രൊഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രാൻഡ് നെയിംസ് ഹെൽപ്പ് ചെയ്യും, ബ്രാൻഡ് നെയിംസും സിമ്പിൾസും. The more specific the overall brand identity, the easier it is to recognize and more value it adds to the brand itself. ഓവറോൾ ബ്രാൻഡ് ഐഡൻറ്റിറ്റി എത്രത്തോളം സ്പെസിഫിക് ആകുന്നു അത്രത്തോളം നമുക്കതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റും, കസ്റ്റമേഴ്സിന് അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ അത് അത്രത്തോളം വാല്യൂ ഇമ്പാർട്ട് ചെയ്യുന്നു ആ ബ്രാൻഡ്. നെക്സ്റ്റ്, ബ്രാൻഡ് മാനേജ്മെൻറ്റ്. Brand management is the process of managing brand reputation and improving audience's perception of the brand in a way that builds brand awareness, equity and loyalty. അപ്പോൾ ബ്രാൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്
ഒരു പ്രോസസ്സാണ്. the process by which the reputation of the firm, the reputation of the product or the organization can be increased in the minds of ഓഡിയൻസിൻ്റെ മനസ്സിൽ അതിൻ്റെ ആ ഒരു പ്രൊഡക്റ്റിനോടുള്ള പെർസെപ്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്, അതിനാണ് ബ്രാൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ബ്രാൻഡ് മാനേജ്മെൻറ്റ്, ഇഫ് ഇറ്റ് ഈസ് ഡൺ സക്സസ്ഫുള്ളി, ബ്രാൻഡ് മാനേജ്മെൻറ്റ് can achieve it can achieve following advantages. It is boost brand awareness increase ചെയ്യാം, allow to charge more for the products or services. പ്രൊഡക്ട്സും സർവീസസിനും കൂടുതൽ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അത് ഒരു ബ്രാൻഡ് നെയിം, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് ബ്രാൻഡ് നെയിം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവും. അപ്പോൾ അതിൻ്റെ ബേസിക് കോസ്റ്റ് എത്ര തന്നെ ആയാലും ആ ബ്രാൻഡ് നെയിം വെച്ചിട്ട് നമുക്ക് അതിനകത്ത് കൂടുതൽ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻഫ്ലുവൻസ് ഓഡിയൻസ് പർച്ചേസ് ഡിസിഷൻസ്, ബിൽഡ് കസ്റ്റമർ ലോയൽറ്റി, കസ്റ്റമേഴ്സ് ലോയൽറ്റി നമുക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻക്രീസ് സെയിൽസ്, ക്രിയേറ്റ് ഹാപ്പി കസ്റ്റമേഴ്സ്. This all can be done with brand management. Next is significance of branding to consumers and firms. So first we will go to significance of branding to consumers. First one is identify the source of product. ആ പ്രൊഡക്റ്റിൻ്റെ സോഴ്സ് മാനുഫാക്ചറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രാൻഡിങ്ങിലൂടെ സാധിക്കുന്നു. സെക്കൻഡ് വൺ ഈസ് റെസ്പോൺസിബിലിറ്റി ടു പ്രൊഡക്റ്റ് മേക്കർ. Brand allows consumers to assign responsibility to a particular manufacturer. ഇത് കൺസ്യൂമേഴ്സ് അവരുടെ ഓരോ മാനുഫാക്ചറിനും ഓരോ റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അവരെത്രത്തോളം ഉത്തരവാദിത്തമുള്ള ഒരാൾക്കാരാണെന്ന് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രാൻഡിങ്ങിലൂടെ സാധിക്കുന്നു. പിന്നെ റിസ്ക് റിഡ്യൂസർ. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക് സച്ച് ആസ് ഫങ്ഷണൽ റിസ്ക്, ഫിസിക്കൽ റിസ്ക്, ഫിനാൻഷ്യൽ റിസ്ക്, സോഷ്യൽ റിസ്ക്, സൈക്കോളജിക്കൽ റിസ്ക് ആൻഡ് ടൈം റിസ്ക്. നമ്മളിതിനെ പെർസീവ്ഡ് റിസ്ക് എന്നാണ് പറയുന്നത്. സോ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ കസ്റ്റമേഴ്സ് ഉണ്ടാകുന്ന ഡിഫറെൻറ്റ് റിസ്ക് ആണ് ഇതൊക്കെ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ ഇതുപോലെയുള്ള റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രാൻഡിങ്ങിലൂടെ കഴിയും. ദെൻ സെർച്ച് കോസ്റ്റ് റെഡ്യൂസർ. ബ്രാൻഡ് അലോസ് കൺസ്യൂമേഴ്സ് ടു ലോവർ സെർച്ച് കോസ്റ്റ് ഫോർ പ്രൊഡക്ട്സ്. അതായത് ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും പല ടൈപ്പിലുള്ള സെർച്ച് കോസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഇൻറ്റേർണൽ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതൊക്കെ ഒരു പ്രൊഡക്റ്റിനെ പറ്റി, ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറേ ആലോചിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനാണ് ഇൻറ്റേർണൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇൻറ്റേർണൽ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് ഏത് പ്രൊഡക്റ്റ് വാങ്ങണം എന്നുള്ളതാണ്. പിന്നെ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് അത് എവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എവിടെ, ഏത് ലൊക്കാലിറ്റി, ഏത് സ്ഥലത്ത് പോയി നോക്കിയിട്ട് വേണം അത് പർച്ചേസ് ചെയ്യാൻ. അതാണ് എക്സ്റ്റേണലായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലും ആയിട്ടുള്ള സെർച്ച് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് പ്രോമിസ്, ബോണ്ട് ഓർ ഡീൽ വിത്ത് മേക്കർ ഓഫ് പ്രൊഡക്റ്റ്. The relation between a brand and the consumer can be seen as a type of bond or deal. ഇപ്പോഴും കൺസ്യൂമേഴ്സും ബ്രാൻഡുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അത് നമുക്ക് ഒരു ബോണ്ടോ അല്ലെങ്കിൽ ഡീലോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കൺസ്യൂമർ എപ്പോഴും അവരുടെ മാനുഫാക്ചറിൻ്റെ മുകളിൽ കുറേ ട്രസ്റ്റൊക്കെ അവർ അസ്യൂം ചെയ്തിട്ടുണ്ടാവും. ഈ ട്രസ്റ്റ് നമ്മൾ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ മാനുഫാക്ചർ നമ്മൾ എത്രത്തോളം സാറ്റിസ്ഫൈ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ടാണ് അവരെ സാറ്റിസ്ഫൈ ചെയ്യും. ആ ഒരു ബിലീഫ് വെച്ചിട്ടാണ് നമ്മൾ അവരുടെ മുകളിൽ ട്രസ്റ്റ് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ അത്രയും ലോയലാകുന്നത്. സോ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. നെക്സ്റ്റ് സിംബോളിക് ഡിവൈസ്. Brands can serve as symbolic devices allowing consumers to project their self-image. അതായത് കസ്റ്റമേഴ്സിന് ഇപ്പോൾ ചില ആൾക്കാർ അവരുടെ പാഷൻ അല്ലെങ്കിൽ അവരുടെ വേ ടു എക്സ്പ്രസ് ദംസെൽവ്സ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതുപോലെയുള്ള പ്രോഡക്റ്റ് വെച്ചിട്ടായിരിക്കും. പല ബ്രാൻഡഡ് പ്രോഡക്ട്സും അതുപോലെ യൂസ് ചെയ്തിട്ട് അവരെങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാണ്
അത് പുറത്തേക്ക് കാണിക്കുന്നത് ഇതുപോലുള്ള ബ്രാൻഡഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും. സോ അതൊരു സിംബോളിക് ഡിവൈസ് ആണ്. സിംബോളിക് ഡിവൈസ് ആയിട്ട് അവർക്ക് ബ്രാൻഡിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബ്രാൻഡിങ് ഈസ് ഓൾസോ എ സിഗ്നൽ ഓഫ് ക്വാളിറ്റി. അതായത് ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിന് അതിന് അസോസിയേറ്റ് ആയിട്ടുള്ള ലെവൽ ഓഫ് ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൺസ്യൂമേഴ്സിന് സാധിക്കുന്നു. അപ്പോൾ ഓരോ ബ്രാൻഡിനും അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ലെവൽ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് കൺസ്യൂമേഴ്സിന് അവർക്ക് റിക്വയർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാൻഡിങ്ങിലൂടെ സാധിക്കുന്നു. നെക്സ്റ്റ് ഈസ് സിഗ്നിഫിക്കൻസ് ഓഫ് ബ്രാൻഡിങ് ടു ഫേംസ്. അതിൽ ഫസ്റ്റ് വൺ, മീൻ ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ടു സിംപ്ലിഫൈ ഹാൻഡ്ലിങ്. സിംപ്ലിഫൈ ഹാൻഡ്ലിങ്. അതായത് നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നതിലൂടെ, ഓരോ പ്രൊഡക്റ്റും ബ്രാൻഡിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ പ്രൊഡക്റ്റിനെ തരംതിരിക്കാനും ഹാൻഡിൽ ചെയ്യാനും ഉള്ള ഒരു എളുപ്പം ഇൻഡസ്ട്രി പോയിന്റ് ഓഫ് വ്യൂവിൽ മാനുഫാക്ചറിന് ഉണ്ടാകുന്നു. ഒരു മാനുഫാക്ചറിന് അവരുടെ ഇൻഡസ്ട്രിയിൽ ഓരോ പ്രൊഡക്റ്റ് തരംതിരിക്കാനും ബ്രാൻഡിങ്ങിലൂടെ തരംതിരിക്കാനും അതുപോലെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കുന്നു. നെക്സ്റ്റ് ഈസ് മീൻസ് ഓഫ് legally protecting unique features. A brand can retain intellectual property rights, patents, etc. അതായത് ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് അസോസിയേറ്റ് ചെയ്യുന്ന പല ഫീച്ചേഴ്സും അതുപോലെ ട്രേഡ് മാർക്സ് പല കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങളിൽ ഇവർക്ക് പാറ്റൻസും റൈറ്റ്സും ഒക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോമ്പറ്റീറ്റേഴ്സിന് കോപ്പി ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് നമുക്കതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, signal of quality level to satisfied consumers. Signal of quality level to satisfied customer. Brands can signal a level of quality so that satisfied buyers can easily choose the product again. അതായത് സാറ്റിസ്ഫൈഡ് ആയ കൺസ്യൂമേഴ്സിന് പിന്നെയും സെയിം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം പ്രൊഡക്റ്റിലേക്ക് തന്നെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ ബ്രാൻഡിങ്ങിലൂടെ കഴിയുന്നു. ദെൻ means of endorsing products with unique associations. Investment in the brand can endorse a product with unique associations and meanings that differentiate it from other products. അതായത് ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ ആ ബ്രാൻഡിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ അതിനെ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നു. നെക്സ്റ്റ്, ഇറ്റ്സ് എ സോഴ്സ് ഓഫ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഓരോ ഇൻഡസ്ട്രീനെ വെച്ച് നോക്കുമ്പോൾ അതൊരു സോഴ്സ് ഓഫ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. കാരണം ആ ബ്രാൻഡിങ് വെച്ചിട്ട് പല പ്രൊഡക്ട്സും ലോങ് ടേം ആയിട്ട് ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ കസ്റ്റമറായിട്ടുള്ള ഒരാൾ അപ്പോൾ അവരൊരിക്കലും വേറൊരു പ്രൊഡക്റ്റിലേക്ക് വേറൊരു ബ്രാൻഡിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. സോ ആ ലാസ്റ്റിംഗ് ഇംപ്രഷൻസും എക്സ്പീരിയൻസും അതാണ് അവരെ ആ ഒരു രീതിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അവർ അങ്ങനെ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതിലൂടെ നമുക്ക് അതൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട് ആ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീനെ വെച്ച് നോക്കുമ്പോൾ മാനുഫാക്ചറിനെ വെച്ച് നോക്കുമ്പോൾ അതൊരു കോമ്പറ്റീവ്. നെക്സ്റ്റ് ഈസ് brand perspective. There are 5 types of brand perspectives: visual or verbal perspectives, positioning perspective, value perspective, brand image perspective, and personality perspective. First one, visual or verbal perspective. Visual and verbal aspect of the brand serves important functions of identification and differentiation. കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രാൻഡിൻ്റെ അതിൻ്റെ ബ്രാൻഡ് സിമ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ, അപ്പോൾ അതൊക്കെ കൺസ്യൂമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന മെയിൻ ഫീച്ചേഴ്സാണ്. സോ അതിനാണ് വിഷ്വൽ ഓർ വേർബൽ പെർസ്പെക്റ്റീവ്. വേർബൽ എന്ന് പറഞ്ഞിട്ട് മീൻ ചെയ്യുന്നത് ബൈ വേർഡിങ്, അതായത് അഡ്വർടൈസ്മെൻറ്റിലൊക്കെയുള്ള വേർഡിങ്സ് അതൊക്കെ എത്രത്തോളം കൺസ്യൂമേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നത്, കൺസ്യൂമേഴ്സിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ആ വേർഡ്സും കാര്യങ്ങളൊക്കെ. സോ അതാണ് വിഷ്വൽ ആൻഡ് വേർബൽ പെർസ്പെക്റ്റീവ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് പൊസിഷനിങ് പെർസ്പെക്റ്റീവ്. എ ബ്രാൻഡ് ക്രിയേറ്റ്സ് എ പൊസിഷൻ ഇൻ ദ കൺസ്യൂമേഴ്സ് മൈൻഡ് ആൻഡ് sets it apart from the most of the players in the category. ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് പല പ്രൊഡക്റ്റിൻ്റെ ഇടയിൽ, അതായത് കാറ്റഗറി പല ടൈപ്പിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവും, പല ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിനിടയിൽ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ വേർഡ്സോ അങ്ങനെ എന്തെങ്കിലും എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതായിട്ട് വരും. സോ
അങ്ങനെ ഒരു പൊസിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലൂടെ വരുന്ന ഒരു പെർസ്പെക്റ്റീവ്, അതാണ് പൊസിഷനിങ് പെർസ്പെക്റ്റീവ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പല ടൈപ്പുള്ള സോപ്പ് ഉണ്ടെങ്കിലും ഇപ്പോൾ ഓരോ സോപ്പിനും നമുക്ക് പല ടൈപ്പിൽ പൊസിഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെറ്റോൾ എന്ന് പറയുന്ന സോപ്പ്, അതൊരു ആൻറ്റിസെപ്റ്റിക് സോപ്പ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ കാണാം. സോ ആ ഒരു ആൻറ്റിസെപ്റ്റിക് എന്നുള്ള ആ ഒരു പൊസിഷനിങ് ആണ് അതിന് കൊടുത്തത്. അതുപോലെ ഡവ് ആണെങ്കിൽ നമുക്കതിനൊരു മോയ്സ്ചറൈസിങ് സോപ്പാന്ന് പറയാം. ലിറിൽ എന്ന് പറയുന്നത് ഒരു ഫ്രഷ്നെസ് ഇമ്പാർട്ടിങ് സോപ്പാണ്. സോ ഈ ഓരോ ടൈപ്പ് സോപ്പും അതുപോലെ മെഡിമിക്സ്, അതൊക്കെ ആയുർവേദിക് ആയിട്ടുള്ള സോപ്പാണെന്ന് പറയാം. സോ ഓരോ ആൾക്കാർ കൺസ്യൂമേഴ്സും അവർക്ക് റിക്വയർഡ് ആയിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു ടാഗ് ലൈൻ മാത്രം മതി. ഇപ്പോൾ ആയുർവേദിക് ആണെങ്കിൽ കുറേ ആൾക്കാർ ആയുർവേദിക്കിലേക്ക് അട്രാക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്ക് മോയ്സ്ചറൈസിങ് ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ ആ ഒരു പൊസിഷനിങ് ലെവല്, അതിനാണ് പൊസിഷനിങ് പെർസ്പെക്റ്റീവ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് വാല്യൂ പെർസ്പെക്റ്റീവ്. It is based on the value added by the brand in making the product more satisfying. That is, a brand is better than its opponents. അത് എത്രത്തോളം വാല്യൂ ഒരു ബ്രാൻഡിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ്, ഒരു ബ്രാൻഡ് കാണുമ്പോൾ ഒരു നല്ല വാല്യൂ ഉള്ള ബ്രാൻഡാണ്, അല്ലെങ്കിൽ നല്ല സ്റ്റാറ്റ്സ് തരുന്ന ഒരു ബ്രാൻഡാണ്, അല്ലെങ്കിൽ അങ്ങനെ, അതിനാണ് വാല്യൂ പെർസ്പെക്റ്റീവ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഓപ്പണൻസിൻ്റെ ബ്രാൻഡിനെക്കാട്ടും ബെറ്റർ ആണ് ഇൻ പെർഫോമൻസ് ഓർ ഫങ്ഷണൽ ആസ്പെക്റ്റ് ആണെങ്കിലും അത് ഒപ്പണൻ്റ് അല്ലെങ്കിൽ കോമ്പറ്റീറ്ററിൻ്റെ പ്രൊഡക്റ്റിനെക്കാട്ടും ബെറ്റർ ആണെന്നുള്ള ആ ഒരു ഇത് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലെത്തിക്കുന്നതാണ് വാല്യൂ പെർസ്പെക്റ്റീവ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ദ ബ്രാൻഡ് ഇമേജ് പെർസ്പെക്റ്റീവ്. ദിസ് റെപ്രസെൻറ്റ്സ് ദ ബ്രാൻഡ് ഇമേജ് ഓഫ് ദ പ്രൊഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. ഒരു പ്രൊഡക്റ്റ് ആക്ച്വലി എന്താണെന്നുള്ളതിനെക്കാട്ടും ആൾക്കാർ അതിനെ എങ്ങനെ കാണുന്നു, അതാണ് ബ്രാൻഡ് ഇമേജ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് ആക്ച്വലി എന്തോ ആയിക്കോട്ടെ, പക്ഷേ അതിനെ ആൾക്കാർ എങ്ങനെ കാണുന്നു, അതാണ് ബ്രാൻഡ് ഇമേജ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത്, ബ്രാൻഡ് ഇമേജ് പെർസ്പെക്റ്റീവ്. നെക്സ്റ്റ് ഈസ് പേഴ്സണാലിറ്റി പെർസ്പെക്റ്റീവ്. പേഴ്സണാലിറ്റി പെർസ്പെക്റ്റീവ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത് കൺസ്യൂമർ പെർസീവ്സ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഇൻ ബ്രാൻഡ്സ്. The brand may be perceived as masculine, friendly, dependable, young, etc. അതായത് കൺസ്യൂമേഴ്സ് ഓരോ ബ്രാൻഡിനെ അസോസിയേറ്റഡ് ആയിട്ട് അതിനെ പല പേഴ്സണാലിറ്റി ആസ്പെക്ട്സും നമുക്ക് അവർ കാണും അതിൽ, ആ ഒരു പ്രൊഡക്റ്റിൽ. അതായത് സച്ചേസ് ഒരു പ്രൊഡക്റ്റ് അത് മാസ്കുലിൻ ആണ്, അല്ലെങ്കിൽ അത് ഫ്രണ്ട്ലി ആണ്, അല്ലെങ്കിൽ ഡിപ്പെൻഡബിൾ ആണ്, അല്ലെങ്കിൽ അത് യൂത്തിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ അതാണ് പേഴ്സണാലിറ്റി പെർസ്പെക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പം ഒരു ബൈക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ആ ബൈക്ക് ഒരു ബുള്ളറ്റ് ആവാം, ഇപ്പോൾ ഒരു സ്പോർട്സ് ബൈക്ക് ആവാം. ഇപ്പോൾ ഇത് രണ്ടും വാങ്ങിക്കുന്നത് എങ്ങനെയാണ്, ഒരാളുടെ പേഴ്സണാലിറ്റി വെച്ചിട്ടാണ്. ഇപ്പോൾ അയാൾ ഒരു മാസ്കുലിൻ അപ്പിയറൻസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാൾ ബുള്ളറ്റ് ആയിരിക്കും വാങ്ങിക്കുക. പക്ഷേങ്കിൽ കുറച്ചും കൂടെ യൂത്ത് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ സ്പോർട്സ് ബൈക്ക് ആയിരിക്കും അവർ കൂടുതൽ ഓപ്റ്റ് ചെയ്യുക. സോ അതാണ് പേഴ്സണാലിറ്റി പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. Next is different types of brands. Brands can be classified according to ownership, according to market area, according to number of products, and according to use. First, according to ownership classify ചെയ്യുന്നത് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. One is manufacturer's brand, and second one is middleman's brand. Manufacturer's brand കൊണ്ട് മീൻ ചെയ്യുന്നത് when a brand is named after the name of manufacturer, it is known as manufactured brand. മാനുഫാക്ചറിൻ്റെ പേരിൽ ആരാണോ മാനുഫാക്ചർ ചെയ്യുന്നത് അയാളുടെ ആ മാനുഫാക്ചറിൻ്റെ നെയിമിലാണ് ബ്രാൻഡ് ഉള്ളതെങ്കിൽ അതിനെ മാനുഫാക്ചേഴ്സ് ബ്രാൻഡ് എന്ന് പറയാം. ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റും മാനുഫാക്ചർ ബ്രാൻഡിലാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആകുന്നത്. സെക്കൻഡ് വൺ ഈസ് മിഡിൽ മാൻസ് ബ്രാൻഡ്. ഇവിടെ മിഡിൽ മാൻസ് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് മാനുഫാക്ചേഴ്സ് ആക്ച്വലി പ്രൊഡക്റ്റിനെ ബ്രാൻഡ് ചെയ്യുന്നില്ല, ബട്ട് ഇത് മിഡിൽ മാനിലേക്ക് എത്തുന്നു. മിഡിൽ മാൻസ് എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ലൈക്ക് ഹോൾസെയിൽ ഡീലേഴ്സ്, റീറ്റെയിലേഴ്സ്, അതുപോലുള്ള ആൾക്കാർക്ക് എത്തുമ്പോൾ അവർ പ്രൊഡക്റ്റിനെ ബ്രാൻഡ് ചെയ്യും. അപ്പോൾ അതിനാണ് മിഡിൽ മാൻസ് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ അക്കോർഡിംഗ് ടു മാർക്കറ്റ് ഏരിയ. ഓരോ മാർക്കറ്റ് ഏരിയനെ ബേസ് ചെയ്തിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യുന്നത് ലോക്കൽ ബ്രാൻഡ്, പ്രൊവിൻഷ്യൽ ബ്രാൻഡ്, റീജിയണൽ ബ്രാൻഡ്, നാഷണൽ ബ്രാൻഡ്, ഇൻ്റർനാഷണൽ ബ്രാൻഡ്, അങ്ങനെ
ഡിവൈഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക. ലോക്കൽ ബ്രാൻഡ് യൂസ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് ബ്രാൻഡ്സ് യൂസ്ഡ് ഫോർ ലോക്കൽ മാർക്കറ്റ്സ്, അതായത് ലോക്കൽ മാർക്കറ്റ്സിന് യൂസ് ചെയ്യുന്ന ബ്രാൻഡിനാണ് ലോക്കൽ ബ്രാൻഡ്സ് ഉദ്ദേശിക്കുന്നത്. ഓരോ ലൊക്കാലിറ്റിയിലും ഓരോ ബ്രാൻഡ് നെയിം ആയിരിക്കും ഉണ്ടായിരിക്കുക. നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോക്കലായിട്ടുള്ള പല കൂൾ ഡ്രിങ്ക്സും ഉണ്ടാവും, പല ഓരോ ലൊക്കാലിറ്റിക്ക് അനുസരിച്ച് അവിടെ പല ടൈപ്പ് കൂൾ ഡ്രിങ്ക്സ് സെയിം ഫ്ലേവർ തന്നെയായിരില്ല. ചിലപ്പോൾ ഓറഞ്ച് ഫ്ലേവറുള്ള ഡ്രിങ്ക് തന്നെ ഒരു പെർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ ഒരു പേരിലായിരിക്കും ഉണ്ടാവുക, അത് വേറെ ലൊക്കാലിറ്റിയിൽ എത്തുമ്പോൾ അത് വേറെ പേരിലായിരിക്കും വരിക. അപ്പോൾ അങ്ങനെ ഉള്ള കൂൾ ഡ്രിങ്ക്സും അതുപോലെയുള്ള അതിനാണ് ലോക്കൽ ബ്രാൻഡ്സ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രം ലൊക്കാലിറ്റി ടു ലൊക്കാലിറ്റി അത് പല പേരിൽ ആയിരിക്കും അറിയപ്പെടുന്നത്. ദെൻ പ്രൊവിൻഷ്യൽ ബ്രാൻഡ്. പ്രൊവിൻഷ്യൽ ബ്രാൻഡ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഓരോ പ്രൊവിൻസസിനും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് ബ്രാൻഡ് സെയിം ടൈപ്പ് പ്രൊഡക്റ്റ് തന്നെ അത് ഓരോ സ്റ്റേറ്റ് അനുസരിച്ചിട്ട് അതിന് ഡിഫറെൻറ്റ് ബ്രാൻഡ് നെയിംസ് ആയിരിക്കും അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ തേർഡ് വൺ റീജിയണൽ ബ്രാൻഡ്. അപ്പോൾ ഇവിടെ ഹോൾ മാർക്കറ്റ് കംപ്ലീറ്റ് മാർക്കറ്റിനെ പല റീജിയൻസ് വരെ ഡിവൈഡ് ചെയ്യും. അതായത് ഇവിടെ മൊത്തം കംപ്ലീറ്റ് ഇന്ത്യ ആണെങ്കിൽ തന്നെ അതിൻ്റെ അത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, പിന്നെ അതുപോലെ സെൻട്രൽ, അങ്ങനെ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ റീജിയൻസിനും ഓരോ ബ്രാൻഡ് നെയിം യൂസ് ചെയ്യുന്നു. അതാണ് റീജിയണൽ ബ്രാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് നാഷണൽ ബ്രാൻഡ്. നാഷണൽ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ത്രൂ ഔട്ട് ദ കൺട്രി സെയിം ബ്രാൻഡ് നെയിമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നാഷണൽ ബ്രാൻഡിന് പറയുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഇൻ്റർനാഷണൽ ബ്രാൻഡ്. ഇൻ്റർനാഷണൽ ബ്രാൻഡ് ആകുമ്പോൾ അതിൻ്റെ പേര് തന്നെ ഉള്ളതുപോലെ അതായത് ഡിഫറെൻറ്റ് കൺട്രീസ്, എല്ലാ കൺട്രീസിലും ഓൾ കൺട്രീസിലും സെയിം നെയിമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ ഇൻ്റർനാഷണൽ ബ്രാൻഡ് പറയും. ദെൻ തേർഡ് വൺ അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് പ്രൊഡക്ട്സ്. നമുക്കതിനെ ഫാമിലി ബ്രാൻഡ്, പ്രൊഡക്റ്റ് ലൈൻ ബ്രാൻഡ്, ഇൻഡിവിജ്വൽ ബ്രാൻഡ് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഫാമിലി ബ്രാൻഡ് എന്ന് പറയുമ്പോൾ വെൻ ദ മാനുഫാക്ചർ യൂസസ് എ സിംഗിൾ ബ്രാൻഡ് നെയിം ഫോർ ഓൾ ഹിസ് പ്രൊഡക്ട്സ് ആൻഡ് ഇൻ ഓൾ മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് ഇറ്റ് ഈസ് നോൺ ആസ് ഫാമിലി ബ്രാൻഡ്. അതായത് ഒരു മാനുഫാക്ചറിൻ്റെ കംപ്ലീറ്റ് പ്രൊഡക്ട്സിന്, ഇപ്പോൾ കംപ്ലീറ്റ് ഫാമിലി ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ഒരേ മാനുഫാക്ചർ തന്നെ പല ടൈപ്പ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും, പല കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ സെയിം നെയിമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഫാമിലി ബ്രാൻഡിന്, സെയിം ബ്രാൻഡിങ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഫാമിലി ബ്രാൻഡ് എന്ന് പറയും. സെക്കൻഡ് വൺ പ്രൊഡക്റ്റ് ലൈൻ ബ്രാൻഡ്. When manufacturers use different brand names for their different product lines, it is called product line brands. ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ലൈന് ഡിഫറെൻറ്റ് നെയിംസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് സപ്പോസ് ഒരേ മാനുഫാക്ചർ തന്നെ ചിലപ്പം ബിസ്ക്കറ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ അതേ ആൾ തന്നെ വേറെ എന്തെങ്കിലും ഇപ്പോൾ കറി മസാലയോ അല്ലെങ്കിൽ സോപ്പോ അങ്ങനെ എന്തെങ്കിലും സെയിം ചെയ്യുന്നുണ്ടാവും, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ലൈന് ഡിഫറെൻറ്റ് ബ്രാൻഡിങ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് പ്രൊഡക്റ്റ് ലൈൻ ബ്രാൻഡ് എന്ന് പറയും. അതായത് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ലൈന് ഡിഫറെൻറ്റ് ബ്രാൻഡിങ്, അതാണ് പ്രൊഡക്റ്റ് ലൈൻ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇൻഡിവിജ്വൽ ബ്രാൻഡ്. വെൻ ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് ഈസ് മാർക്കറ്റഡ് ഇൻ ഡിഫറെൻറ്റ് ബ്രാൻഡ് നെയിംസ് ഫോർ ദ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെയിം മാനുഫാക്ചർ ഇറ്റ് ഈസ് കോൾഡ് ഇൻഡിവിജ്വൽ ബ്രാൻഡ്. അതായത് സെയിം മാനുഫാക്ചർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരേ കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്ട്സിന് ഡിഫറെൻറ്റ് ബ്രാൻഡ് നെയിംസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഇൻഡിവിജ്വൽ ബ്രാൻഡ് എന്ന് പറയും. അതായത് ഒരു പെർട്ടിക്കുലർ മാനുഫാക്ചർ ലൈക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ. അപ്പോൾ ആ ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറഞ്ഞ മാനുഫാക്ചർ ചെയ്യുന്ന സോപ്പാണ് ലൈഫ് ബോയും റക്സോണിയും ലെക്സും ഒക്കെ. അപ്പോൾ ഇതിന് എല്ലാം ഒരേ ടൈപ്പ് ബാത്തിങ് സോപ്പ് തന്നെയാണ്, പക്ഷേ ഓരോന്നിനും പല പേരാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിഫറെൻറ്റ് ബ്രാൻഡ് നെയിംസാണ് കൊടുത്തിട്ടുള്ളത്. സോ അതിനാണ് ഇൻഡിവിജ്വൽ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫോർത്ത് വൺ അക്കോർഡിംഗ് ടു യൂസ് നമുക്ക് ഫൈറ്റിംഗ് ബ്രാൻഡ് അതുപോലെ കോമ്പറ്റേറ്റീവ് ബ്രാൻഡ് ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫൈറ്റിംഗ് ബ്രാൻഡ് എന്ന് പറയുന്നത് വെൻ ദർ ഈസ് വെരി ടഫ് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ് ആൻഡ് ദ പ്രൊഡ്യൂസർ വാണ്ട്സ് ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രൊഡക്റ്റ് which has a quite different characteristics from that of competitors brand. അതായത് ഒരു ടഫ് കോമ്പറ്റീഷനുള്ള മാർക്കറ്റിലാണ് ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതെങ്കിൽ, അതായത് ഒരു ബ്രാൻഡ് ഒരു ടഫ് കോമ്പറ്റീഷനുള്ള ഒരു മാർക്കറ്റിലാണ് ഒരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേങ്കിൽ ആ ബ്രാൻഡിന് ആ കോമ്പറ്റീഷനിലുള്ള ബാക്കി പ്രൊഡക്റ്റിനെക്കാട്ടും ഡിസ്റ്റിങ്വിഷിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫീച്ചർ ഉണ്ട്, എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബ്രാൻഡിന് അപ്പോൾ അതവിടെ ഇതിൻ്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് വരും. സോ അങ്ങനെയുള്ള കേസിൽ ഇതിന് എന്തായാലും സക്സസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് ഫൈറ്റിംഗ് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ
competitive brand, last one. When the brand introduced in the market is almost similar to those of competitors, such a brand is known as competitive brand. അതായത് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതുതായിട്ട് ഒരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ പുതിയ ബ്രാൻഡിന് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബാക്കിയുള്ള പ്രൊഡക്റ്റിൻ്റെ സെയിം സിമിലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളതെങ്കിൽ അതിനെ കോമ്പറ്റീറ്റീവ് ബ്രാൻഡ് എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.